തൊടുപുഴ വാഗമൺ പാതയിലെ ചാത്തൻപാറയിൽ അപകടങ്ങൾ തുടർക്കഥയാകുന്നത് നമ്മൾ പലപ്പോഴും വാർത്തകളിൽ കണ്ടതാണ്. ആ മേഖല എത്രത്തോളം അപകടകരമാണെന്ന വാർത്ത 24 തന്നെ പുറത്തുവിട്ടതുമാണ്. ഒടുവിൽ ചാത്തൻപാറയിൽ സംരക്ഷണ വേലി നിർമ്മാണം നടക്കുകയാണ്. വിദൂരതയുടെ കാഴ്ച ആസ്വദിക്കുന്നതിനോടൊപ്പം സംരക്ഷണ വേലിയുടെ സുരക്ഷിതത്വവും ഇനി ചാത്തൻപാറയിൽ ഉണ്ടാകും. പ്രധാന അറിയിപ്പ്: ആഴമേറിയ കൊക്ക, അപകട സാധ്യതയുള്ളതിനാൽ കലുങ്കിൽ ആരും ഇരിക്കരുത്. വീതി കുറഞ്ഞ റോഡ്, യാത്രക്കാർ ശ്രദ്ധിച്ച് യാത്ര ചെയ്യുക. ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി. 4-5 കൊല്ലത്തിനിടയിൽ 5-6 പേരെ ജീവൻ പൊലിയേണ്ടി വന്നു. ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിക്ക് ഇവിടെ ഇങ്ങനെ ഒരു ബോർഡ് സ്ഥാപിക്കാനും ചാത്തൻപാറയിൽ ഇങ്ങനെ കുറേ പണി ചെയ്യാനും. എന്തായാലും ആളുകൾ വീണ് മരിച്ചുകൊണ്ടിരുന്ന ചാത്തൻപാറ എന്ന് പറയുന്ന കൊക്കയ്ക്ക് മുഖം മാറുകയാണ്. ഈ വർഷം മാത്രം 3-ലേറെ ജീവനാണ് ചാത്തൻപാറയിൽ പൊലിഞ്ഞത്. നല്ല മഴക്കാലത്തും മഞ്ഞുകാലത്തും തെന്നിത്തിരിച്ചു കിടക്കുന്ന പാത പലരെയും വലിച്ച് കൊക്കയിലേക്ക് ഇട്ടിട്ടുണ്ട്. പലപ്പോഴും പലകുറി പലരും ആവശ്യപ്പെട്ടെങ്കിലും ഒടുവിൽ ജില്ലാ ഭരണകൂടം അവിടെ സംരക്ഷണ വേലി തീർക്കാൻ തീരുമാനിച്ചത് ഇപ്പോഴാണ്. തൊടുപുഴ കാഞ്ഞാറിൽ നിന്ന് വാഗമണിലേക്കുള്ള പാതയിൽ ഏറ്റവും മികച്ച വ്യൂ പോയിന്റുകളിൽ ഒന്നുകൂടിയാണ് ചാത്തൻപാറ. സ്വദേശീയരും വിദേശീയരുമായ നിരവധി പേരാണ് ഈ സ്ഥലം കാണുന്നതിനായി ദിനംപ്രതി ഇവിടേക്ക് എത്തുന്നത്. പതിയിരിക്കുന്ന അപകടങ്ങൾ പതിവായതോടുകൂടിയാണ് സംരക്ഷിത വേലി എന്ന മാർഗത്തിലേക്ക് ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിൽ എത്തുന്നത്. കലുങ്കുകൾ പൂർണ്ണമായി മൂടുന്നതിനോടൊപ്പം 5 അടി പൊക്കത്തിൽ സംരക്ഷണ വേലി കൂടി നിർമ്മിക്കുന്നതോടെ ചാത്തൻപാറയിലെ കാഴ്ചയുടെ ഭംഗിക്ക് സുരക്ഷിതത്വവും കൂട്ടുവരികയാണ്. ലാൽകൃഷ്ണൻ, 24, തൊടുപുഴ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.